ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കനത്ത മഴയിൽ പട്ടാമ്പി ഓങ്ങല്ലൂരിൽ റോഡിൽ മണ്ണിടിച്ച് നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇതോടെ പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മഞ്ഞളുങ്ങളിൽ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി നിർമ്മിച്ച റോഡാണ് ഇടിഞ്ഞത്. തോട്ടിലൂടെ ഒഴുകിവരുന്ന വെള്ളം ബണ്ട് കെട്ടിയതാണ് പ്രശ്നത്തിന് കാരണം. മുന്നറിയിപ്പില്ലാതെ റോഡ് ബ്ലോക്ക് ചെയ്തതിനാൽ നൂറുകണക്കിന് ജനങ്ങൾ വലഞ്ഞു. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് പാലക്കാട് ഗുരുവായൂർ പാതയിൽ ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങളിൽ താൽക്കാലികമായി നിർമ്മിച്ച റോഡിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഇതോടെ ആദ്യം ഗതാഗതം നിയന്ത്രിക്കുകയും തുടർന്ന് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ച് റോഡ് പൊളിച്ചു നീക്കി. പാതയിൽ പാല നിർമ്മാണത്തിന്റെ ഭാഗമായി തോട്ടിലൂടെയുള്ള വെള്ളം ഒഴുക്ക് തടയാൻ അധികൃതർ ബണ്ട് കെട്ടിയതാണ് പ്രശ്നത്തിന് കാരണം. ബണ്ട് കെട്ടിയതോടെ പാടത്ത് വലിയ തോതിൽ വെള്ളം കെട്ടിനിന്നു. ഇതോടെ പ്രദേശത്തെ 9 വീടുകളിൽ വെള്ളം കയറി. ഇവിടെ ഒരു 10ഓളം വീടുകളിലാണ് ഇവിടെ വെള്ളം കയറിയെന്നാണ് അറിഞ്ഞത്. ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടാണ് നിലവിൽ അവിടുന്ന് ആളുകളെ മാറ്റിയെന്നാണ് അറിഞ്ഞത്. ഇതോടെ പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മുന്നറിയിപ്പില്ലാതെ പ്രവർത്തികൾ നടത്തിയതോടെ യാത്രക്കായി എത്തിയ നൂറുകണക്കിന് ആളുകൾ വഴിയിൽ കുടുങ്ങി. വെള്ളമൊഴുകുന്ന തോടിന്റെ ഭിത്തിയിലൂടെയും പാടത്തെ വരമ്പിലൂടെയുമൊക്കെ സാഹസികമായി സഞ്ചരിച്ചാണ് ജനങ്ങൾ യാത്ര ചെയ്തത്. ഒരു ഭരണത്തിന്റെ ഫലമായി വന്ന വികസനം എന്ന് പറഞ്ഞുന്ന ഒരു സമ്പ്രദായമാണ് ഈ IPT കുളപ്പുള്ളി നീള ഹോസ്പിറ്റൽ റോഡ്. ആ റോഡിന്റെ തകർച്ച കാലങ്ങളായി ഇവിടെ നടന്നു വരികയാണ്. ഈ പ്രദേശത്തെ ജനങ്ങളെ ദുരിതങ്ങളിൽ നിന്നും ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് നാളിതുവരെ സ്വീകരിച്ചു വന്നത്. ഓങ്ങല്ലൂര് ഈ പാലം കഴിഞ്ഞ വേനൽക്കാലങ്ങൾ എല്ലാം പോയിട്ടും ഇന്ന് വരെ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരു കോൺട്രാക്ടറും അതുപോലെ അതിന് നേതൃത്വം കൊടുത്ത പട്ടാമ്പി MLA മുഹമ്മദ് മോഹസിനും ജനങ്ങളെ ദുരിതത്തിൽ നിന്നും ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.